നമ്മളൊരു പെർമനന്റ് ജോബിന്ന് നമ്മൾ മാറുകയാണല്ലോ, അതൊരു വലിയ കോൺസ് തന്നെയാണ്. കോൺസ്റ്റന്റ് ഇൻകം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം. അതിന് നമ്മൾ മാറിയിട്ട് നമ്മളൊരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് മാറുകയാണ്. അതൊരു വലിയ കോൺസ് ആണ്. അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു കോൺസ്. പിന്നെ കുറച്ചും കൂടെ ഞാൻ അവിടെ ജോലിയിൽ പുറത്തു പോയി വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എൻ്റെ ടച്ച് ഇമ്പ്രൂവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനുള്ള എൻ്റെ കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതൊക്കെ ഒരു ദിവസം സോഷ്യലൈസിങ് നല്ലോണം നടക്കുമായിരുന്നു. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഒരു യൂട്യൂബിങ്ങിലോട്ട് ഞാൻ മാറുമ്പോൾ എൻ്റെ കോണ്ടന്റ്സിലെ മെയിൻ ഞാൻ തന്നെയാണ്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് അല്ലാതെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റീനായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്, കുറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പൊ എന്ത് തോന്നുന്നു അടുത്ത ഡിസിഷൻ? അടിപൊളിയാണ് അത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഒരു കാര്യം വിശ്വസിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഡെയിലി ഒരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം 5 മണി എപ്പോഴാ ആവുക, ഇതൊന്ന് പൂട്ടി വെക്കണല്ലോ. അങ്ങനെയായിരുന്നു എനിക്ക് എന്റെ ടെക്നിക്കൽ ജോബ് ഉണ്ടായിരുന്നത്. എനിക്ക് ചില ദിവസമൊക്കെ ഞാൻ കസ്റ്റമർ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബെൽജിയത്തോട്ട് പോകണം, ഡ്രൈവ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ വെയർ ഹൗസ് പോകണം. രാത്രി ഞാൻ ഉറങ്ങില്ല. എനിക്കിനി അവിടെ പോയി എന്ത് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുക, അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം എൻ്റെ ആൻസർ ഉണ്ടാവില്ലേ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് 5 മണി ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ ഒരു സെറ്റ് ഓഫ് വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാൻ അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് 5 മണിക്ക് ശേഷമുള്ള ഓരോ സമയവും എടുക്കുക. ഇപ്പൊ ഞാൻ 24 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 24 മണിക്കൂറിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി തോന്നാറ്. കാരണം ഇപ്പൊ ആരും ഒന്നും പറയണ്ട, തലേദിവസം രാത്രി തന്നെ ഐഷു അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തൊക്കെ മേ ബി എന്തൊക്കെ പുതിയൊരു കൊളാബറേഷനെ പറ്റി റിസർച്ച് ചെയ്യാണ്ട് അതൊക്കെ എഴുതി വെക്കും. ഐഷു ഇങ്ങനെ ഭയങ്കര എഴുതുന്ന ആളാണ്. എന്തും ചെയ്യുന്നതിന് മുമ്പ് അത് മറ്റേ ഇതല്ല, നോട്ട് പാഡോ ഇതൊന്നും പോരാ, ബുക്കും പേപ്പറും വെച്ച് എഴുതണം. ഐഷുവിന്റെ അടുത്ത് ഡയറിയുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ട്. അതായത് ഡയറി അല്ല, ഈ ടു ഡു നോട്ട്സ് പോലത്തെ ഉണ്ടാവും സാധനങ്ങൾ. അത് എന്റെ വീട്ടിൽ കാലിലൊക്കെ തട്ടി കിട്ടും. അത്രയും സാധനങ്ങളുണ്ട് എന്റെ വീട്ടിൽ. അപ്പൊ അതിൽ എഴുതി വെക്കുക. അപ്പൊ എന്നിട്ട് ചിലപ്പോ എനിക്ക് കാണിച്ചു തരും, നാളെ ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഒരാള് കഷ്ടപ്പെട്ടല്ലല്ലോ അടുത്ത ദിവസത്തേക്ക് പോകുന്നത്, ഒരാൾ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത്. ഹാപ്പിലി വർക്കിംഗ്. അപ്പം മണി ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് അതിനെക്കാട്ടും വേണ്ടത് നമുക്ക് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ ഒരു എന്തെങ്കിലും ചെയ്യാൻ തോന്നണല്ലോ. ആ തോന്നലിന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ മണി ആ പ്രൊഫഷനിൽ വരും, ഓട്ടോമാറ്റിക്കലി വരും. വെരി ട്രൂ, വെരി ട്രൂ. അല്ല, അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറയൂ, നാളത്തെ കണ്ടന്റ് ഇതാണ്. അപ്പം വിഷ്ണു ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള വിഷ്ണു എത്ര കൊല്ലത്തിൽ 2 വീഡിയോ ലെറ്റല്ലേ വരുന്നത്, അതിനിപ്പോ നാളത്തെ കണ്ടന്റിൽ പറഞ്ഞാലൊന്നും വരില്ല. ഇനിയിപ്പോ നാളത്തെ കണ്ടന്റിന് വേണ്ടി ഞാൻ ഒരു 6 മാസം മുന്നേ പറഞ്ഞ അപ്പൊ വരും. അങ്ങനെയാണോ? മടിയുണ്ടോ? മടിയല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് വിഷ്ണു അമ്മയും ഞാനും കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇന്റർവ്യൂവിന് വിഷ്ണു വന്നു കഴിഞ്ഞപ്പോ വിഷ്ണു പറയും എനിക്ക് എപ്പോഴും ക്യാമറ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അതേ ചെയ്യുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾ കാരണം ചിറ്റാറ്റി വീഡിയോ ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇത് തലയിൽ നിങ്ങൾ എടുത്ത് വെച്ചാൽ സോറി. വിഷ്ണു ഇപ്പം വർക്ക് ഫ്രം ഹോം ഇപ്പൊ അവിടെ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിലാണെങ്കിലും അവരും ഇപ്പൊ നോൺ മലയാളീസ് ആയിട്ടുള്ളവരും അവർക്ക് ലിങ്കും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. സോ വാട്ട് ദേ സേ ആക്ച്വലി? കോണ്ടന്റ്സ് കാണാറുണ്ട്. ഞാനങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് വൈഷുവിന്റെ ജോലിയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ എന്റെ വൈഫ് ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ അറിയണ്ടാവില്ല. ഞാൻ എന്റെ ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് ആരെങ്കിലും വന്ന് എന്റെ അടുത്ത് വൈഫ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ പറയും. അല്ലാതെ ഞാനായിട്ട് ഇത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് എന്റെ വൈഫ് ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ പറയാറില്ല. അത് ഞാൻ വിചാരിക്കുന്നത് അതൊരു ജോലിയാണ്. അപ്പം അത് അതിന്റെ രീതിക്ക് നടക്കുന്നു. ഞാൻ ഓഫീസിൽ പോകുന്ന എന്റെ ജോലി ചെയ്യാനാണ്, ഞാൻ എന്റെ ജോലി എന്റെ രീതിക്ക് നടക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. രണ്ടൊരു സെപ്പറേഷൻ വെച്ച് പോകുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് വിചാരിച്ച് രണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരാത്തടത്തോളം കാലം ഞാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. ഐശ്വര്യ ആണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ വളരെ വ്യക്തതയോടുകൂടി അല്ലെ വരുന്ന കമന്റ്സ് ഒക്കെ മച്ചുവറായിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റീസൺ ചിലപ്പോൾ പാരന്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ആണെന്ന്. എന്റെ അമ്മ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആണല്ലേ? ടീച്ചേഴ്സ് അല്ലേ? രണ്ടുപേരും ടീച്ചേഴ്സാണ്. രണ്ടുപേരല്ല, എന്റെ വീട്ടിൽ എല്ലാവരും ടീച്ചേഴ്സ്. അച്ഛന്റെ സൈഡിലും അമ്മയുടെ സൈഡിലും എല്ലാവരും ടീച്ചേഴ്സാണ്. ആണല്ലേ? ശരി ശരി ശരി. അപ്പൊ അത് അമ്മ എങ്ങനെയായിരുന്നു? ലൈക്ക് അങ്ങനെ കേട്ട് വളർന്നത് എനിക്കറിയില്ല ഞാൻ എത്രത്തോളം വ്യക്തതയോടുകൂടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്. അപ്പോ
സംസാരിക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈവൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും അമ്മ അതിനു വേണ്ട എല്ലാ സാഹചര്യവും ആംബിയൻസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓരോ എന്തിനും അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റർ ആയിരുന്നല്ലോ യൂറോ. പഠനകാര്യത്തിലായിരുന്നു. കാരണം അത് ഭയങ്കര അമ്മയ്ക്ക് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ജനറേഷൻ തോറും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ വല്യച്ഛൻ BSc കെമിസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മേനെ ഒരു TTC ടീച്ചറെങ്കിലും ആക്കണം എന്നായിരുന്നു ആഗ്രഹം, മിനിമം. കാരണം 3 പെൺമക്കളായിരുന്നു, വല്യച്ഛന് മാത്രം ജോലി ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് അവർ 3 പേരും ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയി. അപ്പോൾ അടുത്ത ജനറേഷന് കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലി ആയിരുന്നു. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എല്ലാ രീതിയിലും ഒരുക്കി തന്നായിരുന്നു. പിന്നെ BTech കഴിഞ്ഞിട്ടും എന്നെ തുടർന്ന് പഠിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ വീട്ടിൽ താല്പര്യം. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തത് കാരണം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ നേരത്തെ വെല്ലിച്ചന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വിഷ്ണു പണ്ട് അമ്മയോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബസ്സിലെങ്ങാണ്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. എവിടെയോ വെച്ച് പറഞ്ഞത്, ബസ്സിൽ അമ്മയും അമ്മമ്മയും കൂടെ കണ്ട് പോയപ്പോ അമ്മമ്മ അടുത്ത് വന്നിരുന്നു അമ്മയോട് അടുത്തിരിക്കണം എന്നുള്ളതുകൊണ്ട് അത് എനിക്ക് ഞാൻ തീരെ കുട്ടിയായിരുന്നോണ്ട് എനിക്ക് ഓർമ്മയില്ല അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം കുറച്ച് ഓവറായിരുന്നു. പക്ഷെ അതിന്റെ തീരെ കുട്ടിയായതുകൊണ്ട് അതിൽ ആരും എന്നെ തെരുവ് വിളിക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ബേസിക്കലി അമ്മ കുറച്ചും കൂടെ എന്റെ പോലത്തെ സ്വഭാവമാണ്. ലൈക്ക് രണ്ടുപേരും ഒരേ സ്വഭാവമാണ്, ഒരുപോലെ കാണാനും. ഇപ്പൊ അമ്മ കുറച്ച് വർത്താനം പറയാ, കുറച്ച് ആക്റ്റീവാണ് അമ്മ. ഞാൻ അത്ര ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. അമ്മ കുറച്ചും കൂടെ ആക്റ്റീവ് ആണ്. അപ്പം അമ്മ സ്കൂളിലാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ഒക്കെയാണ്. ലൈക്ക് ഇപ്പം വെറും പഠിപ്പിക്കാൻ പോലും മാത്രമല്ല, അവിടുത്തെ എല്ലാ പരിപാടിയിലും കുറച്ച് ഇൻവോൾവ് ആവുക. ഇപ്പൊ വീട്ടിലാണെങ്കിലും വെറും വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, പുറത്തും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ അമ്മയിൽ നിന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മേ ബി ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇൻസ്പയർഡ് എന്നൊക്കെ പറയാൻ പറ്റുമല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഓക്കെയാണ് ഒരാൾ ഇങ്ങനെ ആവുന്നത് എന്നുള്ള രീതിയിൽ. അതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടുപേരും ശാന്ത സ്വഭാവം ഉള്ളവരാണ്. അല്ല, നമ്മളൊരു മാക്സിമം കാര്യങ്ങള് എന്താ പറയാ, പ്രശ്നത്തിലേക്ക് പോവാതെ ഒരു സമാധാനത്തിലേക്ക് അവസാനിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് കാര്യങ്ങളെ നമ്മൾ നോക്കാറ്. അത്ര എഗ്രസീവ് ആയിട്ട് അതൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ എഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ നോക്കാറില്ല. ഓക്കെ ഫൈൻ, ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വരാം. അപ്പൊ ആ സമയത്ത് മാക്സിമം ഓക്കെ, ഇത് അതിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെ എത്തിയാല് കാര്യങ്ങൾ മോശമാകുള്ളൂ. ഞാൻ മാക്സിമം സമാധാനത്തിൽ സംസാരിച്ചത് എന്താണ് പ്രശ്നം, ഓക്കെ ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പം സമാധാനത്തോടെ സംസാരിക്കാൻ തീർക്കാന്നുള്ള രീതിക്കാണ് നോക്കാറ്. എനിക്ക് ദേഷ്യം പിടിക്കാനും ശബ്ദം ഇടാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എറേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ വളരെ ന്യായമായിട്ട്, എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും എല്ലാവരും നോർമൽ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാനായിരിക്കും താല്പര്യം. പക്ഷെ കുറെ പേർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ദേഷ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്തോ മേ ബി നമ്മൾ മറ്റേ മോഡിലേക്ക് പോകും. എനിക്ക് പറ്റാറില്ല. അല്ല, ഐഷു കുറച്ചും കൂടെ ദേഷ്യം വരുന്ന ആളാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ സിറ്റുവേഷൻ ദേഷ്യമാണെങ്കിൽ ഞാൻ പറയും നിർത്ത്, കുഴപ്പമില്ല, നമുക്ക് ഡീൽ ചെയ്യാം. കാരണം പറഞ്ഞു തീരുന്ന കുറച്ച് പ്രശ്നമൊക്കെ ഇവിടെ ഉള്ളൂ, അല്ലാതെ തല്ലി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആരാംശം അതെ.